വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോണു കേട്ടോ, പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോണേ. അതെ, ഇന്നത്തെ ഡ്രസ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തരാം, നിങ്ങൾ കാണാം. ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നത് ഞങ്ങളെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ 4 പേരും വന്നിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂരാണ്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നേരെ ഞങ്ങൾ മലപ്പുറത്തേക്ക് പോകും. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി നോക്കാം, കളക്ഷനൊക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടിയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്യൂട്ടി സിൽക്സ് നമുക്ക് നോക്കാം ഇവിടെ കളക്ഷൻ ഉണ്ടോ. ഡ്രസ് പരതലോട് പരതലാട്ടോ. റിനറിന് ഇത് മതി, ചിനാറിന് ഇതെടുത്തോ, സെയിൽസുകളാണ് അത് മതി. യുദ്ധാണ് അവിടെ, യുദ്ധം. എനിക്ക് ഇഷ്ടം എടുത്തോ. ആ വേണ്ട, എനിക്കോ കിട്ടിയില്ലേ? അങ്ങനെ എടുത്തോ. നല്ല രസമുണ്ട്. അതായത് ഇന്നലെ നമുക്ക് എന്താ വെച്ചാല് അവിടുന്ന് ഡ്രസ് എടുത്താല് മാറ്റേണ്ട കാര്യം അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അതെ, അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ അവിടുന്ന് ഡ്രസ്സ് ഒന്നും എടുത്തില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി, പക്ഷെ ഡ്രസ്സ് ഒന്നും എടുത്തൊന്നില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോണ്. അപ്പൊ മലപ്പുറം കോട്ടക്കൽ മഞ്ചേരി 3 ഓപ്ഷനാണ് ഞങ്ങൾക്ക് ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഇന്ന് വിചാരിച്ചിരുന്നു മഞ്ചേരി പോവാന്ന്. ഇതുവരെ ഞാനൊന്നും മഞ്ചേരി പോയി ഡ്രസ്സ് എടുത്തൊന്നുമില്ല. അപ്പൊ ഒരു പെരുന്നാളിന് കോട്ടക്കലിന് എടുത്ത്, ഒരു പെരുന്നാളിന് മലപ്പുറത്ത് നിർത്തും. ഇനി എന്തായാലും മഞ്ചേരി പോയിട്ട് അവിടുത്തെ കളക്ഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അവിടെ നിന്ന് എടുക്കാന്ന് വിചാരിച്ചാണ് ഞങ്ങൾ പോണത്. അപ്പൊ ഇനി ഓണ വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം. ഇവിടെ ഒന്ന് ഇറച്ചുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ള ആൾക്കാരാണ് ഇഷ്ടം പോലാണ്. അതെ, എന്ത് ഇറച്ചനാവല്ലേ, ചോറൊക്കെ ഉണ്ടെന്നുണ്ട്. അതെ, ഞങ്ങൾ വന്നിട്ടുള്ളത് കസവ് കേന്ദ്രേക്കാണ് കേട്ടോ. നമുക്ക് നോക്ക് ഇവിടെ എങ്ങനെ സെലക്ഷനും കാര്യങ്ങളെന്ന്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ നല്ലതൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പൊ ഞങ്ങൾ വേറെ ഷോപ്പ് തപ്പിങ്ങനെ നടക്കാണ്, നോക്കാം. അപ്പൊ ഗൈസ് ഇതേ ഇവിടെയും വന്നപ്പോ ഇവിടെയും ചോറ് കൊടുക്കലുണ്ട് കേട്ടോ. സീനർച്ചന്നെ ഒരു ഫേമസ് നേർച്ചയൊക്കെ ഉണ്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എവിടെ നിന്ന് തുടങ്ങി വരികണല്ലേ? എവിടെ പള്ളി അങ്ങോട്ട്? പള്ളി ഇങ്ങോട്ടാണ്, പക്ഷെ വരി പോണില്ലല്ലോ. ഇതാണ് ആ പള്ളി, പുല്ലാര ശ്വാത ആണ്ട് നീർച്ചല്ലേ. അപ്പൊ ഡ്രസ് എടുക്കലൊന്നും നടന്നില്ലെങ്കിലും നല്ല മഴ ആസ്വദിച്ച് പോവാല്ലേ. അപ്പൊ ഇപ്പൊ വെയിലും മഴയൊക്കെ ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചടയാണ്, നല്ല മഴ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും കിട്ടി, റീനുവിനും കിട്ടി അല്ലേ? കിട്ടിച്ചിനൊന്ന് നോക്കട്ടെ. അവിടെ ഫുള്ള് ഇതൊക്കെ അച്ചിനെ വലിച്ചിടിപ്പിച്ചാട്ടാ. ഈ കാണുന്ന ഡ്രസ്സുകൾ മൊത്തം അച്ചിനെ നോക്കിയാണ്. ഞാനാണ് ഫുള്ള്. ഇതാണ് ഫസ്റ്റ് നോക്കിയല്ലേ വെച്ചേ. അങ്ങനത്തെ നോക്കാം, ചോദിച്ചേക്കാം. എല്ലാവരും ബിസിയാണ്.
ഈ കളറോ? ഇത് വേണ്ട. നോക്കി നോക്കി കൊറേ നോക്കി എനിക്കൊരു മടുപ്പാണ്. എനിക്ക് ഏതെങ്കിലും ഒക്കെ ഒന്ന് കിട്ടിയാൽ മതി അങ്ങനത്തെ ഒരു മൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. കളറിന് നോമ്പും പിടിച്ചിങ്ങനെ ഇരിക്കല്ലേ, കളറിന് ഡ്രസ്സൊക്കെ കിട്ടി. അപ്പൊ ഗൈസ് നമ്മളെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം വീട്ടിലോട്ട് പോവാ. വിസ്മറ്റൊന്നുമല്ല, നോമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ തൊണ്ടൊക്കെ വറ്റി. എങ്ങനെയെങ്കിലും ഒന്നിനൊന്ന് പോയാൽ മതി. നമ്മളെ ഡ്രസ് എടുക്കലൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉമ്മിക്കും കൂടെയും എടുക്കാനുണ്ട്. അത് ഉമ്മിക്ക് മാക്സി എടുക്കാൻ കയറിയതാണ് കേട്ടോ. ഇവിടെ ഉമ്മിക്ക് മാക്സി എടുക്കാൻ കയറിയാണ്. അപ്പോൾ ഇനി ഇതും കൂടെയും കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇങ്ങനെ എലാസ്റ്റിക് ആയിട്ടുള്ള കയ്യാണ്. അതാണ് നോക്കണം. സൈസും കിട്ടണം, ഇങ്ങനത്തെയും കിട്ടണം. ബാങ്കൊടുത്തു. കടിച്ചോ കടിച്ചോ കടിച്ചോ. അത് ബാങ്കൊടുക്കോളം വായിച്ചിരിക്കും. അപ്പൊ മുന്തിരി, ബത്തക്ക, മാംഗോ ജ്യൂസ്, പിന്നെ നാരങ്ങ ജ്യൂസ്. അതെ, ഞങ്ങൾ ആരുണ്ടായിട്ട് ഇതേ കട്ട് ചെയ്യാൻ മാത്രം. അപ്പൊ എല്ലാം ഒരു മണിക്ക് വരുന്ന 2 മണി. അപ്പോ അപ്പില്ലെന്ന് ഏതപ്പോ വേലോട്ടെ ഇഷ ഇട്ടെടുക്ക്. എന്നാ മാമി ഇട്ട് കൊടുക്കും. പൊറോട്ട ഇട്ട് കൊടുക്ക്. അപ്പൊ നിൽക്കുന്നില്ല. ഒപ്പം തന്നെ അൺബോക്സിംഗ് ആണ് ഗൈസ്. ചൂടാണ് വിചാരിച്ചിട്ട്. ഇങ്ങോട്ട് കൊണ്ടേ ചൂടൊക്കെ പിന്നെ അല്ലേ ഇവന് പൊന്നാടൊക്കെ പൊറോട്ടല്ലേ. ഇതൊക്കെ തന്നെ അടിക്കിനാണ് മാറിയിട്ടുണ്ടാവേ. നല്ല വലുപ്പമുള്ള പൊറോട്ട കേട്ടോ. ഗൾഫിലൊക്കെ കിട്ടും റൊട്ടി. അതിന്റെ വലുപ്പമുണ്ട്. പിന്നെ പിന്നെ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാ. ബീഫ് കറി പൊറോട്ടയിലാണ്. എനിക്കതാ ഉണ്ടായിരുന്നേ. ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ഷേപ്പ് ചെയ്യണം. ഞങ്ങൾ 3 ആളെ ഉണ്ട്. റിനുവിനും എൻ്റെ ഉണ്ട്. അപ്പൊ ചെറിയ അമ്മ, അതായത് അവിടെ എനിക്ക് കംഫർട്ട് കേട്ടോ അവിടെ ഷേപ്പ് ചെയ്യണത്. അപ്പൊ പ്രൊമോഷൻ അതെ, ചെറിയ അമ്മയുടെ പ്രൊമോഷൻ വർക്കൊക്കെ ഉണ്ടെന്ന് വെച്ചാല് കോണ്ടാക്ട് ചെയ്യാം. നമ്പർ താഴെ കൊടുക്കുന്നില്ല. ചെറിയ അമ്മ കിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ഞങ്ങളിനി ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനൊക്കെ കൊടുത്ത് അതൊക്കെ സെറ്റ് ആക്കിയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും പെരുന്നാൾ ഡ്രസ്സ് ഇട്ട് വന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.